പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ വെളിയിലിറങ്ങാൻ പറ്റുമോയെന്ന്. അതെന്താടാ പറ്റാത്തേ, ഇതെന്താ ജയിലോ? എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ എന്തോ വിചാരിച്ച് വെച്ചേക്കുന്നത്? ഹോസ്റ്റലെന്ന് പറയുന്നതും സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുന്നതും ജയിലൊന്നുമല്ല. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹോസ്റ്റലിനെ പറ്റിയും കോളേജിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഞാനൊരു ഹോസ്റ്റൽ ഡേ ഔട്ട് അല്ലെങ്കിൽ ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടല്ലോ, അതിനകത്തിൽ ഞാൻ വൈകിട്ടാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റലിന് വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എൻ്റെ അടുക്ക വൈകിട്ട് മാത്രമേ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്നുമില്ലടാ, നമുക്ക് 6 AM to 9 PM എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുറത്ത് പോവാം. അപ്പോൾ അതേ ഉള്ളൂ. പിന്നെ ഒരാൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്റ്റലിന് വെളിയിൽ പോകാൻ പറ്റുമോ? ഹോസ്റ്റലിന് വെളിയിൽ പോകാൻ പറ്റാതിരിക്കാൻ ഇതെന്താ പിള്ളേരെ ജയിലാണോ? നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? നമുക്ക് ഹോസ്റ്റലിന് വെളിയിലൊക്കെ പോകാൻ പറ്റും. സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുന്ന ജയിലൊന്നും അല്ല കേട്ടോ. നമുക്ക് എവിടെ വേണേൽ പോവാം. 9 മണിക്കുള്ളിൽ ഇങ്ങ് തിരിച്ച് കയറണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഹോസ്റ്റൽ ഫീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1,80,000 ആണ് നമ്മുടെ ഹോസ്റ്റൽ ഫീസ്. അത് പെർ ഇയർ ആണ്, 5 വർഷം അടയ്ക്കണം. പിന്നെ വേറെ എന്തായിരുന്നു ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ഹോസ്റ്റൽ ഫീസും കോഴ്സ് ഫീസിനും പുറമെ വേറെ എന്തെങ്കിലും ഫീസ് മേടിക്കുന്നുണ്ടോയെന്ന്. അങ്ങനെയൊന്നുമില്ലടാ. നമ്മൾ ആദ്യം ഇവിടെ ചേരുമ്പം ഒരു 8,500 കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. അല്ലാതെ വേറെ ചിലവൊന്നുമില്ല. മെയിൻ്റനൻസ് ഫീ ഒന്നും ഇല്ല പിള്ളേരെ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ടെക്സ്റ്റ് മേടിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് മേടിക്കണമെന്ന് അവർക്കൊരു നിർബന്ധമേ ഇല്ല. പഠിക്കണം എന്നുള്ളതാണ് അവരുടെ നിർബന്ധം. അന്നേരം പാസ്സാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോളേജിൻ്റെ സൈഡിൽ നിന്നുള്ളത്. അതും അവർ നമ്മുടെ പുറകെ നടന്നൊന്നും പറയത്തൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി. അപ്പോൾ PDF നോക്കി പഠിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എടാ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് വേണമെങ്കിൽ PDF നോക്കി പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ടെക്സ്റ്റ് മേടിച്ച് പഠിക്കാം, അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പഠിക്കാം. അതും പറ്റുന്നില്ലെങ്കിൽ കോളേജിൽ ലൈബ്രറി ഉണ്ട്, അവിടെ പോയും പഠിക്കാം. ഓക്കെ, അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ തൽക്കാലം ഇത്രേ ഉള്ളൂ. ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഒരേ കാര്യം തന്നെ 100 പേര് ചോദിച്ചു. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഹോസ്റ്റലിൻ്റെ വെളിയിലിറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. എൻ്റെ പിള്ളേരെ, ഹോസ്റ്റലിൻ്റെ വെളിയിലിറങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഇത് ജയിലൊന്നുമല്ല. ഞങ്ങളെങ്ങനെ അടച്ചാക്ഷേപിക്കാതെ ഇവിടെ നമുക്ക് എവിടെ വേണേൽ പോകാൻ പറ്റും. 9 മണിക്കുള്ളിൽ കയറണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലിലെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ് ഗൈസ്. എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചു. അത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യും. എനിക്കിഷ്ടമുള്ള ഫുഡ് എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, അവർക്കിഷ്ടമുള്ള ഫുഡ് എനിക്കിഷ്ടമല്ല. അതിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കാം കേട്ടോ. എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇൻസ്റ്റാഗ്രാമിൽ പോയി മെസ്സേജ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിനെക്കാട്ടിൽ കൂടുതൽ കമൻറ്റ്സ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളടാ, വേറൊന്നുമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. മറ്റേ ആളെ ഞാനൊന്ന് ഇതിൻ്റെ കമൻറ്റിൽ ആൾ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആരാണ് ഹോസ്റ്റലിന് വെളിയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.